സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളുടെ വീടും പരിസരം എത്ര നല്ല രീതിയിൽ വെടുപ്പാക്കിയാലും ചില ആളുകള് നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള ഔട്ട്സൈഡുള്ള ആളുകൾ ചിലപ്പോൾ പറമ്പായിരിക്കും, ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമായിരിക്കാം. അവര് നമ്മുടെ വീടിന്റെ മതില് കെട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിർത്തി ഉണ്ടെങ്കിലോ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പറമ്പ് അല്ലെങ്കിൽ പരിസരം ഒരിക്കലും ക്ലീൻ ചെയ്യില്ല. മനഃപൂർവ്വം അവരങ്ങനെ ഇടും. ഒന്നെങ്കിൽ താമസിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ താമസിക്കാത്തവരായിരിക്കാം. മറ്റുള്ളവരുടെ അവിടെ ജീവിക്കുന്നവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുണ്ടെന്ന് അവിടെ താമസിക്കാത്ത ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഇത് കണ്ടു, ഒരു പാമ്പൊക്കെ നമ്മുടെ വീടിന്റെ ഈ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഈ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തു നിന്ന് നമ്മുടെ വീടിന്റെ മതിലിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഈ ചട്ടിയും അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ചിലര് ചെയ്യുന്ന ചില ക്രൂരമായിട്ടുള്ള മനസ്സുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ വിഷജന്തുക്കൾ വന്നിട്ട് നമ്മൾ കാണാതെ അതിന് ചവിട്ടുക അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കുക ചെയ്ത് കഴിഞ്ഞാൽ എത്ര നഷ്ടമായിരിക്കും നമ്മുടെ ഒരാൾക്ക് ഉണ്ടാകാൻ പോണ, ഒരു കുടുംബത്തിന് ഉണ്ടാകാൻ പോണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ആയതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീടിന്റെ പരിസരം വൃത്തിയാപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് നിങ്ങൾ തന്നെ സാക്ഷിയാകേണ്ടി വരും. അവർക്ക് അത് പറഞ്ഞ് അയ്യോ അവർക്ക് അങ്ങനെയാണ്, ഞങ്ങൾ മറന്നുപോയി കണ്ടില്ല എന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. ഇഴജന്തുക്കളായിട്ടുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപകടം